ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാനൊരു കുട്ടി സ്കൈ വോക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്കൈ വോക്കാണ്. അതായത് ബാംഗ്ലൂർ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സെൻറ് ജോൺസ് ബസ് സ്റ്റോപ്പിലേക്ക് ഉള്ള സ്കൈ വോക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തത് ഷോർട്ട് ഫോർമാറ്റിലായിപ്പോയി. ഞാൻ തിരിച്ചാണ് ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയാണ് ഫോണ് ഇത് ഇങ്ങനെയായി പോയി എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഷോർട്സ് പോലെയാണ് ഈ വീഡിയോ ഉള്ളത്. എന്തായാലും വീഡിയോ എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കൈ വോക്ക് എന്നുള്ള ഒരു വ്യൂ ആണ്. നല്ല ട്രാഫിക്കാണ്, ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാലും കൂടിയ വഴിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ്. ആദ്യം ഈ സ്കൈ വോക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കൊറോണ ടൈമിലാണ് ഈ ഒരു സ്കൈ വോക്ക് അവർ ബിൽഡപ്പ് ചെയ്ത് എടുത്തത്. പെട്ടെന്ന് തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ്. ഇപ്പോൾ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ. നിന്ന് നമ്മൾ മടുത്തു പോവും. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ കയറണമെങ്കിൽ കയറാനും ഇറങ്ങാനും സ്റ്റെപ്സും ഉണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റും അവൈലബിൾ ആണ്. ലിഫ്റ്റിലൂടെയും നിങ്ങൾക്ക് കയറും ഇറങ്ങും ചെയ്യാം, സ്റ്റെപ്സ് വഴി നിങ്ങൾക്ക് കയറും ഇറങ്ങും ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്കൈ വോക്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫുള്ള് സ്ഥലവും കാണാൻ പറ്റും. ഫുൾ ആ ബ്ലോക്കും ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ ഒരു രാവിലെ ഒന്നും അല്ല കേട്ടോ ഇത് കാണാൻ രസം. നൈറ്റാണ്. നൈറ്റ് ഫുള്ള് ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ബ്ലോക്കും ഹോണിൻ്റെ ഒരു ഹാർഷായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു രസമാണ്. പിന്നെ ഇങ്ങനെ ചില്ലായിട്ട് നമുക്കിങ്ങനെ നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് സെൻറ് ജോൺസ് ബസ് സ്റ്റോപ്പ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് സെൻറ് ജോൺസ് ബസ് സ്റ്റോപ്പ്. എൻ്റെ ഇപ്പുറത്ത് കരിമ്പ് ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും കരിമ്പ് ജ്യൂസ് അവിടെ നിന്നാണ് കുടിക്കാറുള്ളത്. ഇതാണ് സെൻറ് ജോൺസ് ബസ് സ്റ്റോപ്പ്. അപ്പം സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്നും സെൻറ് ജോൺസ് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ആ ഒരു സ്കൈ ഓവർ പാലമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ബാംഗ്ലൂരുള്ള. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ബിൽഡപ്പ് ചെയ്യുന്ന, ഒറ്റ ദിവസം എന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ബിൽഡപ്പ് ചെയ്യുന്ന ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഫുള്ള് അടിപൊളിയായിട്ട് വേഗം ടക്കാന്ന് അവർ ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് ബിൽഡപ്പ് ചെയ്ത് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോയിട്ട് ഒരാഴ്ച കൊണ്ട് അതിൻ്റെ പണി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലോ അത് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധമോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അന്നൊക്കെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടാമായിരുന്നു. ബാംഗ്ലൂർ ഞാൻ ഒരു റോഡ് കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് ഒരു കംപ്ലീറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് എൻറ്റയർ റോഡിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഷീൻസും എക്യുപ്മെൻസും ഒക്കെ തന്നെ കാണാം, നമ്മൾ കണ്ണു തള്ളി പോവും. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എക്യുപ്മെൻസ് വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് റോഡ് പണി ചെയ്യുന്നത് കാണുന്നത്. ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിങ്ങനെ നടക്കുന്ന വീഡിയോ ചുമ്മാ എടുത്തതാണ് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.